മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനൊക്കെ വിമർശിച്ചുകൊണ്ട് IM വിജയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും FC ഗോവൻ താരവും ഒക്കെയായിരുന്ന ആൽവര വാസ്കസ് ഈ ഒരു മത്സരം കണ്ടതായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാഹൽ സ്റ്റേറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് പരാജയപ്പെട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ടീം തുടക്കത്തിലൊക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. വരും മത്സരങ്ങളിൽ മികച്ച രീതിയിൽ തിരിച്ചെത്തുമെന്നും അത് ആരാധകർക്ക് ഉറപ്പ് നൽകുന്നുവെന്ന രീതിയിലൊക്കെയാണ് മിക്കാഹൽ സ്റ്റേറ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ FCയെ മെൻഷൻ അടിച്ചുകൊണ്ട് അടുത്ത ബാംഗ്ലൂർ FCക്കെതിരായ മത്സരത്തിൽ ടീം ശക്തിയായിക്കൊണ്ട് തന്നെ തിരിച്ചെത്തുമെന്നാണ് മിക്കാഹൽ സ്റ്റേറ കൂട്ടിച്ചേർക്കുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി ഡിസംബർ 7-ാം തീയതി ബാംഗ്ലൂർ FCക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ഇതിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ മിക്കാഹൽ സ്റ്റേറയുടെ സ്ഥാനം ധരിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും മുൻ FC ഗോവൻ താരവുമൊക്കെയായിരുന്ന സ്പാനിഷ് താരമായിട്ടുള്ള ആൽവര വാസ്കസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരം TV ലൈവായിക്കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് വാസ്കസ് പുതുതായി പങ്കുവച്ചിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സൊക്കെ വിട്ടുപോയിട്ടും വാസ്കസ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ പരാജയപ്പെട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പെർഫോമൻസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും കോച്ചിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് IM വിജയൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IM വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ISL മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനാകില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോച്ച് പ്ലാനിങ്ങിൽ മാറ്റങ്ങൾ വരുത്തണമായിരുന്നു. നോഹയിലൂടെയുള്ള മുന്നേറ്റങ്ങൾ മനോളക്ക് നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ട് തന്നെ അത് അത്ര രീതിയിൽ വർക്കായില്ല. അതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു പ്രകടനവുമായി ടീമിന് ഒരിക്കലും മുന്നോട്ട് പോകാനാകില്ല എന്നാണ് IM വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.